ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു യാത്രയുടെ വിശേഷമാണ്. പാറുവാണ് നമ്മളെ ഇന്നത്തെ സാരഥി. നമ്മൾ അയർലൻഡിലെ തന്നെ സൗത്ത് വെസ്റ്റ് റീജിയനിലുള്ള കൗണ്ടി ക്ലെയർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുറച്ച് സീ ക്ലിഫ് കാണാൻ വേണ്ടി പോവാണ്. ക്ലിഫ് ഓഫ് മൊഹർ എന്നാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. സാധാരണ നമ്മൾ ഈ ഒരു 7 സീറ്റർ ഇല്ലാത്തത് കൊണ്ട് അമ്മയും ഏട്ടനും വന്നതിന് ശേഷം എല്ലാവരും ഒരുമിച്ചുള്ള യാത്രകളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മുടെ കൂടെ നവാസും നജ്മിയും നമ്മുടെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് 2 കാറുകളിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏട്ടനും റിഷാനും അവരുടെ കാറിലും ബാക്കി എല്ലാവരും നമ്മുടെ കാറിലുമായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ക്ലിഫ് ഓഫ് മൊഹറിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ക്ലിഫ് ഓഫ് മൊഹറിൽ നമ്മൾക്കായി കാത്തിരുന്നത്. ഏകദേശം 10-14 കിലോമീറ്ററോളം നീളമുള്ള സീ ക്ലിഫുകളാണ് ഇവിടെ ഉള്ളത്. സമ്മറും അതുപോലെ തന്നെ വെയിലൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് ക്ലിഫ് ഓഫ് മൊഹർ കാണാൻ നമ്മുടെ പോലെ എത്തിയത്. പാർക്കിംഗ് വളരെ വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരുമായിട്ട് ഇറങ്ങി നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ ക്ലിഫ് ഓഫ് മൊഹർ കാണാൻ വേണ്ടി പോയി. ഈ അഡൾട്ടിന് ഒരാൾക്ക് 12 യൂറോയാണ് ഇവർ ഇവിടെ ചാർജ് ചെയ്യുന്നത് കാണാൻ വരുമ്പോഴത്തേക്കും. കുട്ടികൾക്ക് അത് ഫ്രീ എൻട്രിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലിഫ് ഓഫ് മൊഹർ കാണാൻ വേണ്ടി നടന്നു തുടങ്ങി. കുറച്ച് പാർക്കിംഗ് റോഡിൻ്റെ ഇപ്പറയാണ് പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടന്ന് വേണം നമ്മൾ ആ ക്ലിഫിലോട്ടൊക്കെ എത്താൻ. നല്ല തണുപ്പ് കാറ്റുണ്ടാവും നല്ല രീതിയിൽ. ക്ലിഫ് ആയതുകൊണ്ട് തന്നെ ഒത്തിരിയും കാറ്റായിരിക്കും, തണുക്കാനും സാധ്യതകളൊക്കെ ഉണ്ട്. ഈ പുറത്ത് പോകുന്ന ദിവസമൊക്കെ കുട്ടികൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ആവേശവും എനർജിയൊക്കെ ആയിരിക്കും. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ക്ലിഫിലോട്ട് നടക്കുന്ന ആ തുടക്കത്തിൽ തന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ തന്നെ വാഷ്റൂമും അതുപോലെ തന്നെ സുവനിയർ ഷോപ്സും ഉണ്ട്. അവിടെ നിന്ന് നേരെ മുകളിലെത്തുമ്പോൾ അവിടുത്തെ ഹാക്സ് ഹെഡിൽ തന്നെ ഒരു ടവറും ഉണ്ട്. ആ ടവർ വരെ നമ്മൾ നടന്ന് എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ബാറ്ററി ഓപ്പറേറ്റഡ് ചെറിയ വാഹനങ്ങളുണ്ട്. നമുക്ക് ഇരുന്ന് ആ വാഹനത്തിൽ തന്നെ ഇരുന്ന് മുകളിൽ വരെ എത്താൻ പറ്റുന്നതാണ്. മുകളിലെത്തുമ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ നേരെ ടവറിൻ്റെ ഭാഗത്തോട്ടാണ് നടന്നത്. അവിടെ നിന്ന് തന്നെ താഴെ നിന്ന് ക്ലിഫിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടൊരു പാത്വേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഭാഗത്തോട്ട് നടന്നു പോയില്ല. ഒന്നാമത്തെ കാര്യം 10-14 കിലോമീറ്ററോളം ആ ദൂരമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്ന് വെച്ചു. കുറച്ചേറെ നേരം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ താഴോട്ട് ഇറങ്ങി.
ആക്ച്വലി നമ്മുടെ ഇന്നത്തെ പ്ലാനിൽ ക്ലിഫ് ഓഫ് മോർ കാണുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ രാവിലെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഒരു നൈബർ പറഞ്ഞായിരുന്നു, ക്ലിഫ് ഓഫ് മോർ പോവുകയാണെങ്കിൽ അവിടെ ക്ലിഫിൻ്റെ താഴെയായിട്ട് കുറേ ബോട്ട് ട്രിപ്പും ഫെറി യാത്രയും ക്രൂയിസ് ഷിപ്പൊക്കെ ഉണ്ട്, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാം, ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്ലാനായി. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നപ്പോഴേ എല്ലാവർക്കും നമ്മളെ നാട്ടിലെ ഊണുപൊതിയെ പോലെ എല്ലാവർക്കും ഫുഡ് പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റൈസ് ഉണ്ടാക്കി, നവാസും നജുമിയും വന്നപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണം എല്ലാം പൊതികളായിട്ട് കൊണ്ടുപോയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫെറി യാത്രയ്ക്കായി നമ്മളെത്തി. ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഡൂളിൻ ഫെറി സർവീസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടുന്ന് ആരൻ ഐലൻഡിലോട്ടും ഒരു സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലിഫൊക്കെ കണ്ട് തിരിച്ചു വരുന്ന രണ്ട് തരത്തിലുള്ള സർവീസാണ് അവിടെ ഉള്ളത്. അഡൾട്ടിന് ഒരാൾക്ക് 28 യൂറോയും കുട്ടികൾക്ക് 15 യൂറോയാണ് ഇതിനകത്ത് കയറി കണ്ടുവരുന്നതിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ക്ലിഫ് ഓഫ് മൊഹറിൻ്റെ ക്ലിഫുകൾക്കിടയിലൂടെയുള്ള യാത്രയാണ് തിരഞ്ഞെടുത്തത്. നമുക്ക് നല്ല രീതിയിൽ ക്ലിഫൊക്കെ ആ സൈഡിലോട്ട് നമ്മൾ നടക്കാത്തത് കൊണ്ട് തന്നെ കടലിൽ കൂടെ ആ ഭാഗമൊക്കെ ഒന്ന് കാണാം എന്നുള്ളതായിരുന്നു നമ്മളെ മനസ്സിൽ. എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് വലിയ നീണ്ട ക്യൂവിൽ നമ്മൾ കയറി നിന്നു. കാത്തിരുന്ന് നമ്മുടെ ഫെറി അവിടെ എത്തി. ഫെറി എത്തിയപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് ഫെറിൻ്റെ ഉള്ളിലോട്ട് കയറി തുടങ്ങി. ആക്ച്വലി ഇത് ഫെറി ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെറിയൊരു ബോട്ടാണ്, 2 നിലകളുള്ള ഒരു ബോട്ട്. ആദ്യം ഈ ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ഇരിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ആ സീറ്റെല്ലാം ഫില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ താഴത്തെ നിലയിൽ വന്നു. സീനറിയൊക്കെ കാണുന്ന തരത്തിലൊരു സീറ്റൊക്കെ കിട്ടി. എല്ലാവർക്കും വലിയ സന്തോഷമായി. അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുമ്പോൾ തന്നെ തിരമാലകളൊക്കെ അടിച്ച് നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റ് രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും രൂപവും ഭാവങ്ങളൊക്കെ മാറി തുടങ്ങി മെല്ലെ. റിഷാനൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. ആ വെള്ളം അടിക്കുമ്പോൾ അവൻ ഒരുപാട് ത്രില്ലടിച്ചൊക്കെയാണ്, നല്ല സ്പീഡിലുമാണ് ആ ബോട്ട് പോകുന്നത്. ആദ്യ നിമിഷങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പാറുവിനൊക്കെ തല ഇറങ്ങി തുടങ്ങി. അപ്പം തന്നെ അമ്മയും പാറുവും വാവയൊക്കെ ആയിട്ട് അകത്തോട്ട് പോയിരിക്കാമെന്ന് പറഞ്ഞു. അകത്ത് പോയി ഇരുന്ന പാടെ പാറു ആള് പിന്നെ ഓടി അകത്തുള്ള റെസ്റ്റ് റൂമിൽ പോയി ഫ്രഷൊക്കെ ആയി തിരിച്ചു വന്നു. എന്നാലും എണീറ്റിരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ അവസ്ഥ വാളൊക്കെ വെച്ച് ഇതൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കടൽ യാത്ര പോകുന്നത്. കടലിൽ കൂടെ ഒരു ബോട്ടിലൊക്കെ ഇതുവരെ നമ്മൾ സഞ്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ ബോട്ട് ആടി ഉലഞ്ഞ് പോകുമ്പോൾ ആ കടൽക്കാറ്റും എല്ലാമൊക്കെ അടിച്ചിട്ട് ആ മോഷൻ സിക്നസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. പാറു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഓഫായി. കുട്ടികളും അതുപോലെ തന്നെ കുറേയൊക്കെ നേരം പിടിച്ചൊക്കെ നിന്നു, എക്സൈറ്റ്മെൻറ്റിൽ നിന്നതാണ്. പിന്നെ ആ ചലനം കൂടിയപ്പോഴത്തേക്ക് അവർക്കും ക്ഷീണമായി. അകത്തെ സീറ്റുകളിൽ വന്ന് ചേക്കേറി. അമ്മയ്ക്ക് പക്ഷേ ഈ ഛർദ്ദിക്കാനൊന്നും വന്നില്ല എങ്കിൽ പോലും അമ്മയും ഒരിടത്ത് ഇരിപ്പായി. അപ്പോൾ ഈ മുകളിലുള്ള ഈ ക്ലിഫൊക്കെ എത്തിയപ്പോഴത്തേക്കും ഈ കാഴ്ചകളൊന്നും കാണാനുള്ള ശേഷി ആർക്കും ഇല്ല. ഈ യാത്രയിൽ ഒരു കുലുക്കവും തട്ടാതെ നമുക്ക് ഈ വീഡിയോകളെല്ലാം പകർത്തി തന്നത് നജുമിയാണ്. നജുമി വീഡിയോ ഒക്കെ എടുത്ത് താഴെ വന്നപ്പോഴാണ് ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും തല ഇറങ്ങി വാളൊക്കെ വെച്ച് കിടക്കുന്ന അവസ്ഥ അവൾ കാണുന്നത്. എങ്ങനെയെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയിൽ 50ഓളം മിനിറ്റുള്ള യാത്ര നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു. ഇതോടുകൂടി നമ്മളൊരു തീരുമാനത്തിലും എത്തി. ഇനി ഇത്തരത്തിലുള്ളൊരു ബോട്ട് യാത്ര വേണ്ട. ഇന്ന് ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഗാൽവേയിലുള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ നമ്മുടെ സ്റ്റേ അവിടെയാണ്. നാളെ എന്നിട്ട് ഗാൽവേ ചുറ്റിക്കറങ്ങി കണ്ടേച്ചുവേ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളുമായി വഴിയെ കാണാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്
ഇത്തരത്തിലൊരു ക്യാബിൻ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ യാത്ര അധികം ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൂർത്തീകരിക്കാൻ പറ്റി. ഇതോടുകൂടി ഇനി കടൽ യാത്രകൾ വേണ്ട എന്ന തീരുമാനത്തിലും എത്തി.